ദ ജേർണലിസ്റ്റിലേക്ക് ഗസ മുഴുവനായി പിടിച്ചെടുക്കുകയും ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ 2 വർഷക്കാലം നീണ്ടുനിന്ന വംശഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വേണ്ടിയുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങളിൽപ്പെട്ട് നെതന്യാഹുവിൻ്റെ ആ ലക്ഷ്യം ചിതറിത്തെറിച്ചു. എന്നുവെച്ചാൽ ഗസ ഒരിക്കലും ഇസ്രായേലിന് ഇനി പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഹമാസ് പരിപൂർണമായി അവസാനിച്ചിട്ടില്ല എന്നും ഹമാസുമായി ചർച്ച ചെയ്യാതെ ഈ വിഷയത്തിന് ശാശ്വതമായി ഒരിക്കലും പരിഹാരം കാണാൻ കഴിയില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച 20 ദിന നിർദ്ദേശങ്ങൾ ഹമാസ് അതിൽ ഭാഗികമായെങ്കിലും അംഗീകരിച്ചതോടെയാണ് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഹമാസിൻ്റെ നിലപാട് അതിൽ വളരെ നിർണായകമായിരുന്നു. അതായത് ഇസ്രായേൽ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ഹമാസിൻ്റെ തീരുമാനങ്ങളാണ് ഈ വെടിനിർത്തലിന് നിർണായകമായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്ന് മാത്രമല്ല, ഹമാസ് ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, അതിൽ ബന്ദികളെ വിട്ടയക്കൽ അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞങ്ങളിത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല, ഇനിയും ചർച്ചകൾ ആവശ്യമാണ്, ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം പലസ്തീനിൽ പുറമേ നിന്നുള്ള ഏജൻസികൾ ഭരിക്കുക എന്നുള്ളതല്ല, മറിച്ച് പലസ്തീനികൾ തന്നെ ഭരിക്കുക എന്ന ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, അതിന്മേലാണ് ചർച്ച നടക്കേണ്ടതെന്നാണ് ഹമാസ് പറഞ്ഞത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെ വിട്ടുകൊടുത്ത് ഇസ്രായേൽ സൈന്യം ഇനി ഗസയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈനിക നേതൃത്വം തങ്ങളുടെ സൈനികരോട് ഗസ പിടിച്ചെടുക്കൽ നടപടികൾ അവസാനിപ്പിക്കാൻ ഇന്നലെ രാവിലെ ഉത്തരവിട്ടു. പക്ഷേ അതിന് വിഭിന്നമായി ചില സൈനിക യൂണിറ്റുകൾ ഇന്നലെ രാത്രി ഗസയിൽ ചില ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അതും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ഇത് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ വിജയമാണ് എന്ന് പറയുന്നൊരു വലിയ പ്രചാരണം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും തന്നെ ഇസ്രായേലിൻ്റെ വലിയ വിജയമെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ പരിപൂർണമായ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെന്നോ ഒന്നും പറയുന്നില്ല. അവർ കൃത്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള വിശകലനങ്ങളാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലും അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിലൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ചില ആളുകൾ ഇസ്രായേലിന് വമ്പൻ വിജയം എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ശരിയാണ്, ഇസ്രായേലിൻ്റെ ബന്ദികളെ തിരിച്ചു കിട്ടി എന്നുള്ളത് അവർക്കൊരു വിജയമായി പറയാം. പക്ഷെ അതിനപ്പുറം ഇവിടെയുള്ള ആളുകൾ ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമെന്ന് പറയുന്നത് ഗസയിലെ കൂട്ടക്കുരുതിയെക്കുറിച്ചാണ്. ഇപ്പോൾ മറുനാടൻ യൂട്യൂബർ സാജൻ ഷ്കാരിയ ഇന്ന് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ നോക്കുക. ഹമാസ് തലയും കുത്തി വീണു, ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇത്രയും കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല ചെയ്ത ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിലെത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയാണ് ഇത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? ശ്രീ സാജൻ ഷ്കാരിയ സാറിനോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇത്രയും കുട്ടികളെ കൊലപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ അതിക്രൂരമായ നടപടി, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, എന്തായാലും ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് 60,000-ലധികം പേരുടെ മരണമാണ്. ഏതാണ്ട് 70,000 അടുത്ത് നിൽക്കുന്ന ആളുകളുടെ മരണം. ഇതിൽ 1,400,000 കുഞ്ഞുങ്ങളാണ്. അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരാണ് ഇതിൽ 25,000-ഓളം ആളുകൾ. ഏതാണ്ട് 20,000-ഓളം പേര് സ്ത്രീകളാണ്. അതായത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നു, അടുത്തൊരു തലമുറ ഉണ്ടാകാനുള്ള സാധ്യതകളെയും റദ്ദ് ചെയ്യുന്നു. ഇതാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന പേരിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഇവിടെ യുദ്ധം എന്ന പേരിൽ ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ ഒടുവിൽ ബന്ദികളെയും കൊണ്ടുപോകുമ്പോൾ ഈ ചെയ്തത് അത്രയും സമ്പൂർണ്ണ വിജയമാണ് എന്ന് ഒരു മനുഷ്യന് മനസാക്ഷി ഉണ്ടെങ്കിൽ എങ്ങനെ പറയാൻ സാധിക്കും? ഇത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് കൃത്യമായൊരു മറുപടി ആവശ്യമാണ്. അത് സാജൻ ഷ്കാരിയ സാറിനെ മാത്രമല്ല, ഒരുപാട് പേര് ഇതുപോലുള്ള മാനസികാവസ്ഥയുമായിട്ട് ഒരുപാട് പേര് ഇസ്രായേലിന് ജയ് വിളിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ്? ഇത്രയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരായുധരായിട്ടുള്ള സാധാരണക്കാരെയും ഒക്കെ ഏകപക്ഷീയമായിട്ട് ബോംബിട്ടും വെടിവെച്ചും ഒക്കെ ക്രൂരമായി കൊന്നു തള്ളുന്ന ഒരു സൈനിക വ്യൂഹം,
അവർ ഇത്രയധികം ക്രൂരതകൾ ചെയ്തിട്ട് ഏതാണ്ട് 50-ൽ താഴെ വരുന്ന ബന്ദികളെ തിരിച്ചു കൊടുക്കാൻ വെടിനിർത്തലിൻ്റെ ഭാഗമായി തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്രയധികം ചെയ്തു കൂട്ടിയ ഈ കൊടും കുറ്റകൃത്യങ്ങൾ, ക്രൂരതകൾ, അന്താരാഷ്ട്ര സമൂഹം പോലും അപലപിച്ച കാര്യങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടന പോലും അപലപിച്ച സാഹചര്യം, ഇതൊക്കെ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ വിജയമാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു അന്ധമായ മുസ്ലിം വിരോധമില്ലേ എന്ന ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുകയാണ്. അതായത് ഓരോ തവണ പലസ്തീനിൽ ആളുകൾ മരിക്കുമ്പോഴും പലസ്തീനിൽ മരിച്ചു വീഴുന്നവരുടെ മതം നോക്കിയിട്ട് അവർ മരിക്കേണ്ടവരാണ്, അവർ ഇന്ന മതത്തിൽപ്പെട്ടവരാണ്, ഇവർ മരിച്ചാലേ ലോകത്തിന് സമാധാനം കിട്ടൂ, ഇവരുടെ പുസ്തകത്തിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് സമാനമായ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന വിധത്തിലാണ് ഇസ്രായേൽ സമ്പൂർണ്ണ വിജയമാണ് ഗസയിൽ നേടിയിരിക്കുന്നതെന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹമാസ് തലയും കുത്തി വീണു എന്നുള്ളൊരു കാര്യം, അതായത് ഹമാസിന് വലിയ തിരിച്ചടി കിട്ടി. തീർച്ചയായിട്ടും ഹമാസിൻ്റെ ഒരുപാട് തലവന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തിരിച്ചടിയാണ്. ആളുകളുടെ എണ്ണം കുറയുന്നു, തലവന്മാർ മരിക്കുന്നു, അതൊക്കെ തിരിച്ചടിയാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് ഈ മരണങ്ങളൊക്കെ അവർ രക്തസാക്ഷിത്വമായിട്ട് ഒരു വീരചരമം എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ അവർ അതൊരു വീഴ്ചയായി കാണാത്തിടത്തോളം കാലം ഇവിടെ ഇരുന്നിട്ട് ഹമാസിന് വലിയ തിരിച്ചടി എന്ന് പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ട് എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. പിന്നെ കേരളത്തിലുള്ള പലസ്തീനെ പിന്തുണയ്ക്കുന്ന, പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിന് എതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളുകൾ മുഴുവൻ പിന്തുണയ്ക്കുന്നത് ഹമാസിനെയാണ്, പിന്തുണയ്ക്കുന്നത് തീവ്രവാദത്തെയാണ് എന്നൊരു നെറേറ്റീവ് ഇവിടെയുള്ള വലതുപക്ഷ സംഘപരിവാർ അനുകൂലികൾ, അന്ധമായ മുസ്ലിം വിരോധികൾ ഉണ്ടാക്കി വിടുന്നുണ്ട്. അതായത് പലസ്തീനിലെ സാധാരണക്കാരെ, കുഞ്ഞുങ്ങളെ പിന്തുണച്ചാൽ, ആ മരണത്തെ അപലപിച്ചാൽ അപ്പം തന്നെ നിങ്ങൾ ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നത്, നിങ്ങൾ തീവ്രവാദികളെയാണ് പിന്തുണയ്ക്കുന്നത് പറഞ്ഞ ഒരു നെറേറ്റീവുമായിട്ട് വരും. അതും വ്യാജ പ്രചാരണമാണ്. അതായത് മുസ്ലിങ്ങൾ മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന നെറേറ്റീവുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ വലിയ ചൊറിച്ചിൽ വരുന്നത്. പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിന് അപലപിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തീവ്രവാദത്തെ പിന്തുണയ്ക്കലാണ് എന്ന് പറയുന്നവരുടെ യുക്തി അത് അന്ധമായ മുസ്ലിം വിരോധം മാത്രമാണ്. കാരണം ഈ പലസ്തീനിൽ മരിക്കുന്ന ആളുകളുടെ മതം നോക്കിയിട്ട് ഇവർ മരിക്കട്ടെ, ഇവർ മരിക്കേണ്ടവരാണെന്ന് വിധി എഴുതുന്നവരാണെന്ന് ഇവിടെയുള്ള ആളുകൾ, ഈ പറയുന്ന പ്രചാരകന്മാരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പലസ്തീൻ ഐക്യപ്പെടുക എന്ന് പറയുന്നത് വലിയ മോശമുള്ള കാര്യമായിട്ടാണ് ഇവർ കരുതുക. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് പലസ്തീനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ മുഴുവൻ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ്, തീവ്രവാദ മനസ്സുള്ളവരാണെന്ന് പറയുന്നവർ കാണാനായിട്ട് കുറച്ച് കാഴ്ച കൂടി കാണിച്ചു തരാം. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പലസ്തീൻ പതാകയുമായിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യന്മാർ തെരുവിലിറങ്ങുന്നതാണ്. കാരണം പലസ്തീനിൽ നടക്കുന്നത് ഏറ്റവും അപലപിക്കപ്പെടേണ്ട വിധത്തിലുള്ള വംശഹത്യയാണെന്നും ക്രൂരതയാണെന്നും പൈശാചികതയാണെന്നും കൃത്യമായി ലോകത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവനും തന്നെ പലസ്തീൻ അനുകൂലമായിട്ട് തെരുവിലിറങ്ങുന്നത്. ലോകരാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുക. നിങ്ങൾ നോക്കുക, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, അതുപോലെ UK, ഫ്രാൻസ്, പിന്നെയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്കൻ നഗരങ്ങളിൽ പോലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ. പലസ്തീനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യ റാലികൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ആ ഒരു സാഗരം, ജനസാഗരം നോക്കുക. ഇവരെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ആളുകളൊന്നുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതെന്ന് ഈ അടുത്ത ദിവസം ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, UK-യും കാനഡയും ഫ്രാൻസും ഒക്കെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരാണോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് മനുഷ്യന്മാരെ പിന്തുണയ്ക്കുന്ന പരിപാടിയാണ്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അതിനിടയിൽ ജാതിയും മതവും കുത്തിക്കയറ്റിയിട്ട് വർഗീയത കലക്കുന്ന പരിപാടിയല്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും മരിക്കുന്നത് കണ്ടാൽ, അവരെ കൊല്ലുന്നത് കണ്ടാൽ പ്രതിഷേധിക്കും, അപലപിക്കും. അത് ഏത് രാജ്യമെന്നോ ഏത് മതമെന്നോ ഏത് ഭാഗമെന്നോ ഒന്നുമില്ല. അത് എവിടെ സംഭവിച്ചാലും അത് നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു ഐക്യദാർഢ്യപ്പെടൽ ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ കുരുപൊട്ടി ഒലിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നിലവിലെ സാഹചര്യത്തിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാതെ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഹമാസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പലസ്തീൻ ഭരിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. അത് ഹമാസ് മാത്രമല്ല, ലോകം മുഴുവൻ പറയുന്നത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്നാണ്. ഇപ്പോൾ ബന്ദികളെ ഏറ്റെടുക്കുന്നു ഇസ്രായേൽ. അതിനുശേഷം
ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറാതെ രക്ഷയില്ല. കാരണം സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനത്തിന് ട്രംപിൻ്റെ പേര് പറയണമെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് ലോകം പറയണം. അതിന് ഇവിടെ യുദ്ധം അവസാനിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് മാറ്റും. മാത്രവുമല്ല, ലോകം മുഴുവൻ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിച്ച് ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുമാത്രവുമല്ല, അമേരിക്ക അറബ് രാജ്യങ്ങളുമായിട്ട് ഏറ്റവും ഒടുവിൽ ഖത്തറിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ ആക്രമിക്കുന്നത് പോലെയാണ് എന്ന രീതിയിലൊക്കെ ഡീലുണ്ടാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച് ഇപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് അറബ് രാജ്യങ്ങളും ഇനി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ തിരിഞ്ഞാൽ പല സ്വപ്നങ്ങളും തകരുമെന്ന് ട്രംപിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ട്രംപിന് ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായേ പറ്റൂ. അപ്പോൾ പലരും പറയുമായിരിക്കും ഇസ്രായേലിനൊപ്പം ട്രംപ് വന്നിട്ട് ഗസയിൽ വീണ്ടും ആക്രമണം നടത്തില്ലേ എന്നൊക്കെ. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ട്രംപ് മുമ്പ് പറഞ്ഞത്, അധികാരത്തിലേറിയതിന് പിന്നാലെ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഗസ പിടിച്ചെടുത്തിട്ട് ഗസയെ ഉല്ലാസ കേന്ദ്രമാക്കും, ഗസയിലെ ജനങ്ങളെ മുഴുവൻ പുറന്തള്ളും, ഇസ്രായേൽ അത് ചെയ്യും, അമേരിക്ക നേരിട്ട് ഇടപെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? അതേ ട്രംപ് തന്നെ വെടിനിർത്തൽ കരാറുണ്ടാക്കി ഹമാസിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ട്രംപ് പറഞ്ഞ പഴയ വീരവാദങ്ങളൊക്കെ ഇവിടെ ചിലവാകില്ല എന്ന് ട്രംപിന് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ട്രംപ് പതിയെ പിന്മാറിയത്. ഇറാൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ആണവ കേന്ദ്രം ഇറാൻ തുറക്കരുത്, ഇറാൻ ആണവ പരീക്ഷണം നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ട്രംപ് ഇപ്പോൾ ആണവ കേന്ദ്രത്തെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? അപ്പോൾ വീരവാദം പറച്ചിലും പിന്നീട് അടി കിട്ടുമ്പോൾ പിന്മാറലും ട്രംപിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലോകം മുഴുവൻ പലസ്തീന് വേണ്ടി പലസ്തീൻ അനുകൂലമായ ഐക്യദാർഢ്യ റാലികൾ നടക്കുമ്പോൾ, ലോകത്തെമ്പാടും പലസ്തീന് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുമ്പോൾ, പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഏതാണ്ട് 140-ലധികം രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈജിപ്തും തുർക്കിയും ഇറാനും കൂടിയുള്ള ഒരു വലിയ സൈനിക മുന്നേറ്റം ഇസ്രായേലിനെതിരെ തലനാരിഴയ്ക്കാണ് ഒഴിവായി പോയത്. അത് അഭയാർത്ഥികളെ പുറന്തള്ളാൻ ഇസ്രായേൽ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറിയത് കൊണ്ടാണ് ഈജിപ്തിൻ്റെ സൈനികർ ഇരച്ച് കയറാതിരുന്നത് ഇസ്രായേലിന് നേരെ. അല്ലെങ്കിൽ അതും സംഭവിച്ചേനെ. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പക്കൽ 2000-ലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്. അത് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചാൽ ഒറ്റയടിക്ക് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകളൊക്കെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇസ്രായേലിലും ഭീഷണി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചുറ്റുമുള്ളവർ മുഴുവൻ വെറുപ്പിച്ചും അങ്ങോട്ടൊക്കെ കയറി അടിച്ചിട്ടും ഒടുവിൽ തിരിച്ച് പണി കിട്ടുമ്പോൾ അമേരിക്കയുടെ കാലിൽ വീണിട്ടും എത്ര കാലം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ബന്ദികളെ തിരിച്ചു കിട്ടി എന്നുള്ളത് ഇസ്രായേലിനൊരു വിജയമാണ്, അവർക്ക് ആശ്വാസമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗസയെ ഇനിയും തകർക്കാൻ, പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കാൻ അനുവദിക്കാതിരുന്നാൽ അത് ഇസ്രായേലിന് തന്നെയായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. അതുകൊണ്ട് ട്രംപിൻ്റെ ഇടപെടലിലൂടെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയോ അവിടെ പലസ്തീനികൾ തന്നെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിനോട് എതിരായ ഭീഷണി, ഇസ്രായേലിൻ്റെ ഭീതി ഒഴിയുകയില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അവസാനിക്കുകയുമില്ല. സുഖകരമല്ലാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോയാൽ അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും, പ്രത്യേകിച്ച് അമേരിക്കയുടെ പല ഭാവി പദ്ധതികളും തകരുന്നതിന് കാരണമാകും. അപ്പോൾ അത്രയും വലിയൊരു റിസ്കിലേക്ക് ഒരിക്കലും ട്രംപ് പോകില്ല. അതുകൊണ്ട് പലസ്തീൻ സ്വതന്ത്രമാക്കാനുള്ള നീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യും.